ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും ശിശുമരണം. 5.5 മാസം പ്രായമുള്ള കുട്ടിയാണ് മരിച്ചത്. 1 മാസത്തിനിടെ ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്ന രണ്ടാമത്തെ കുട്ടിയാണിത്. പാൽ തൊണ്ടയിൽ കുരുങ്ങിയാണ് മരണമെന്നാണ് പോലീസ് റിപ്പോർട്ട്. വിവരങ്ങളുമായി ശാലിനി വീണ്ടും ചേരുന്നുണ്ട്. ശാലിനി, എന്താണ് ഈ ദാരുണ സംഭവത്തിന് പിന്നിലെ വസ്തുത? എന്താണ് പോലീസ് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകുന്നത്? ഇന്ന് രാവിലെയോട് കൂടിയാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും ഒരു ശിശുമരണം സംഭവിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഇത് പുറത്തറിയിക്കാതിരിക്കാൻ സമിതി ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. 5.5 മാസം പ്രായമുള്ള ഒരു കുട്ടിയാണ് മരിച്ചതെന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ ഈ 1 മാസത്തിനിടെ ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്ന രണ്ടാമത്തെ കുട്ടി കൂടിയാണ് ഇന്നത്തേത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഫെബ്രുവരി 28-ന് 1.5 മാസം പ്രായമുള്ള ഒരു കുട്ടി മരിച്ചിരുന്നു. ഇന്ന് മരിച്ച കുട്ടി പാൽ തൊണ്ടയിൽ കുടുങ്ങിയാണ് മരിച്ചത് എന്നുള്ളതാണ് പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കുട്ടികളെ കാര്യമായി തന്നെ ശ്രദ്ധിക്കുന്നില്ല അവിടെയുള്ള ജീവനക്കാർ എന്നതടക്കമുള്ള വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നിരുന്നു. മുൻപ് കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതുമായി ബന്ധപ്പെട്ട് 5-ലധികം വരുന്ന ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യം അടക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കുട്ടി കൂടി സമിതിയിൽ മരണപ്പെടുന്നത്. ഔദ്യോഗികമായി പോലീസ് ഇത് സ്ഥിരീകരിക്കുകയാണ്. ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം കൂടി പോലീസ് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുമുണ്ട്. സമിതിയുടെ അടക്കം പ്രതികരണങ്ങളടക്കം തേടിക്കൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ ശ്രമിക്കുന്നത്. ഇതൊരു ദാരുണമായ സംഭവമാണ്. 1 മാസത്തിനിടെ 2 മരണങ്ങളാണ് ശിശുക്ഷേമ സമിതിയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ശരി ശാലിനി.